പ്രിയപ്പെട്ടവരെ, സൗദി അറേബ്യയുടെ ജീസാനിലുള്ള അറാംകോയുടെ എണ്ണ റിഫൈനറിയിൽ ഹൂത്തികൾ ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ സൗദി അറേബ്യയുടെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ നിർമ്മിക്കുന്ന അറാംകോയുടെ കമ്പനിയായ അബ്കീക്കിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. ഇത് ലോകത്തെ വലിയ രൂപത്തിലുള്ള പ്രതിസന്ധിയിലാക്കുമെന്നതിൽ സംശയമില്ല. ഈ ഡ്രോൺ വന്നിരിക്കുന്നത് ഈ അബ്കീക്കിലുള്ള അറാംകോയുടെ ഫാക്ടറി, അവിടെയുള്ള റിഫൈനറി ആക്രമിച്ചിരിക്കുന്നത് ഇറാഖിൽ നിന്നും വന്ന ഡ്രോൺ ആണ് എന്നതാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്നാൽ ഇറാൻ അതിനെ പൂർണ്ണമായി നിഷേധിച്ചു എന്ന് മാത്രമല്ല, ഇത് ഉക്രൈന്റെ ചാര സംഘടനയാണ് ഇറാഖിൽ നിന്ന് സൗദി അറേബ്യക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നത്, ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ് ഇറാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇറാഖും അത് തന്നെ പറയുന്നു. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഇറാന്റെ കപ്പലിന് നേരെ ഉക്രൈൻ ആക്രമണം നടത്തിയിരുന്നു. ആ ഉക്രൈനെ പ്രതിരോധത്തിലാക്കുക മാത്രമല്ല, സൗദി അറേബ്യക്ക് നേരെ ഉണ്ടായ ഈ ആക്രമണങ്ങൾ എവിടെ നിന്നാണ് എന്നത് കൃത്യമല്ല. അത് അജ്ഞാതമായ കാര്യമാണെങ്കിലും അത് ഉക്രൈന്റെ നേരെ ഇട്ടുകൊണ്ട് രക്ഷപ്പെടാനാണ് ഇറാഖും അതുപോലെ തന്നെ ഇറാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ ഇറാൻ സൗദി അറേബ്യക്ക് നേരെ ഒരു ആക്രമണം നടത്തിയിട്ടില്ല. അതേസമയം ഈ സൗദി അറേബ്യയിൽ നിന്നും നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഇന്ധനങ്ങൾക്ക് ഒരു ചെറിയ രൂപത്തിലുള്ള പ്രതിരോധം ആവശ്യമാണ്, ഉപരോധം ആവശ്യമാണ് എന്നതാണ് ഇറാന്റെ കാഴ്ചപ്പാട്. കാരണം ഹോർമസ് കടലിടുക്ക് അടയുമ്പോൾ ബാബുൽ മന്ദബ് വഴി അല്ലെങ്കിൽ സൗദി അറേബ്യയുടെ പോർട്ട് വഴി ഇന്ധനങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ഇന്ധനത്തിന്റെ ക്ഷാമം കൂടുതലായി ഉണ്ടാവുകയില്ല. അത് ചെറിയ രീതിയിലെങ്കിലും പരിഹരിക്കപ്പെടും. എന്നാൽ അവിടെ കൂടെ അടഞ്ഞിരിക്കുമ്പോൾ വലിയ ക്രൈസിസ് ഉണ്ടാവുകയും ഇന്ധനത്തിന്റെ വില വർദ്ധിക്കുകയും അത് അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കുകയും അമേരിക്കക്ക് ഇവിടെ നിന്ന് കെട്ടുകെട്ടി സൈനികരെ എല്ലാം പിൻവലിക്കൽ നിർബന്ധിതമാകുന്ന സാഹചര്യം ഉണ്ടാകും. അത്തരത്തിലുള്ള ഒരു നീക്കത്തിന് മറഞ്ഞ വഴികൾ ഇറാൻ സ്വീകരിക്കുകയാണോ എന്നതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും ഉക്രൈന്റെ ചാര സംഘങ്ങൾ ഇറാഖിലുണ്ട്, അവരാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഇറാൻ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഉക്രൈനെ പ്രതിരോധത്തിലാക്കുക എന്നതാണ് ഇറാന്റെ മുന്നിൽ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട നീക്കം. മാത്രമല്ല, യുക്രൈൻ അത് ഇസ്രയേലുമായി സഹകരിച്ചു കൊണ്ടിരിക്കുന്ന സംവിധാനമാണ്. സെലൻസ്കിയും അദ്ദേഹത്തിന്റെ ഭരണ സംവിധാനങ്ങളും എന്നറിയാം. എന്നാൽ സൗദി അറേബ്യ ഇറാനെതിരെ തിരിക്കാൻ വേണ്ടി അത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയിട്ടുണ്ടോ? അതായത് GCC രാഷ്ട്രങ്ങൾ ഇറാനെതിരെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരു നീക്കം നടത്തുകയാണോ എന്നതും ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്തായാലും വലിയ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.